അസ്സലാമു അലൈക്കും. വല്ലപ്പുഴക്കാരനല്ല വെള്ളിയഞ്ചേരി മുഹമ്മദ്. വല്ലപ്പുഴ മാത്രമല്ല, കേരളത്തിൽ ഒട്ടാകെ മുജാഹിദുകൾ വഹാബികൾ പ്രസംഗിക്കാറുണ്ട്. വലാ തദ്ഉ മഅല്ലാഹി അഹദാ വമൻ അളല്ല മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഉദ്ഉനി അസ്തജിബ് ലക്കും തുടങ്ങിയ ആയത്തുകൾ. വലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് ഓതി ആയത്തോതി പ്രസംഗിക്കാറുണ്ട്. സാധാരണക്കാർ ആയത്ത് കേൾക്കുമ്പോൾ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സഹാരിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ സാധാരണക്കാരത് വസുവസാകാറുണ്ട്. അതിന്റെ അർത്ഥം ഒന്ന് വ്യക്തമായ ഉസ്താദ് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഈ ദുആ പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിലുള്ള ദുആയല്ല എന്നത് മുഫസ്സിരീങ്ങളും മുസ്ലിം ലോകത്തെ ഉലമാക്കളും ഏകകണ്ഠമാണ്, ഇജ്മാഅൻ. വലൈസൽ മുറാദു ത്വലബ്, തേടുക അപേക്ഷിക്കുക എന്ന അർത്ഥത്തിലുള്ള ദുആയല്ല ഈ പറഞ്ഞ ദുആ എന്ന് ഇജ്മാഅൻ, ഇത് ഇജ്മാ ആകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നു വളരെ വ്യക്തമായി. അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹുവല്ലാത്തവരെ ദുആ ചെയ്യുക എന്ന് പറഞ്ഞ ആ വാക്യത്തെ, ആ വാക്യങ്ങൾ ഓരോന്നെടുത്ത് ഞാൻ ഒറ്റൊന്ന് പറയാം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. ഒരായത്ത് നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള ദുആ വന്ന ഒരായത്ത് ഇതിനർത്ഥം വെക്കാം. ഇന്നല്ലദീന, നിശ്ചയം യാതൊരു വിഗ്രഹങ്ങൾ, തദ്ഊന നിങ്ങൾ അവയെ വിളിക്കും, മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ ഇലാഹാണെന്ന് പേർ വിളിക്കുക, ഇലാഹാണെന്ന് വിളിക്കുക. ഇലാഹാണെന്ന് നിങ്ങൾ പേർ വിളിക്കുന്ന ആ ദൈവങ്ങൾ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിയങ്ങൾ മാത്രമാകുന്നു. വഅഅ്തസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹി വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ. വഅഅ്തസിലുക്കും, നിങ്ങളെ മുഴുവൻ ഞാൻ വെടിയും. വമാ തദ്ഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇലാഹുകളെന്ന് വിളിക്കുന്ന ദൈവങ്ങളെയും, വമാ ഏതൊരു ദൈവങ്ങളെയും, തദ്ഊന നിങ്ങൾ അവയെ ഇലാഹെന്ന് വിളിക്കും, മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ. അതായത് ആലിഹത്തൻ എന്ന ഒരു രണ്ടാമത്തെ മഫ്ഊല് ഇതിന് സങ്കല്പിച്ചു കൊടുക്കുക എന്നതാണ് പേർ വിളിക്കുക എന്നർത്ഥം വരുമ്പോൾ മുഫസ്സിരീങ്ങൾ ചെയ്യുന്ന നടപടി. ഇത് ഇബ്നു ജരീർ തബരി റളിയല്ലാഹു അൻഹു ആദിമ തഫ്സീർ എന്ന പേരിൽ ഇപ്പം കാണുന്ന ഏറ്റവും പ്രസിദ്ധമായ തഫ്സീർ ഇബ്നു ജരീർ തബരിയുടെ ജാമിഉൽ ബയാൻ തഫ്സീറാണ്. ആ തഫ്സീറിൽ ഈ പറഞ്ഞ തദ്ഊനക്കൊക്കെ ആലിഹത്തൻ എന്ന് അർത്ഥകൽപ്പന നടത്തും. അതായത് ഇലാഹുകളെന്ന് വിളിക്കുക എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇലാഹുകളെന്ന് വിളിക്കുന്ന നിങ്ങളുടെ ഈ ദൈവങ്ങൾ ഞാനില്ല. വഅദ്ഉ റബ്ബി, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ഇലാഹ് എന്ന് വിളിക്കൂ. വഅദ്ഉ റബ്ബി, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ഇലാഹ് എന്ന് വിളിക്കൂ. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ. ഇങ്ങനെയാണ് തദ്ഊന എന്ന വാക്കിന് മുഫസ്സിരീങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി ഇബ്നു ജരീർ തബരിയെ പോലുള്ളവരൊക്കെ പറഞ്ഞ അർത്ഥം. അല്ലെങ്കിൽ തദ്ഊന എന്നതിന് മറ്റൊരു രീതിയുണ്ട്, യഅ്ബുദൂന എന്ന അർത്ഥകൽപ്പന നടത്തുക. ഇതാണ് ജലാലൈനി, നമ്മുടെ പ്രസിദ്ധമായ ജലാലൈനി പോലുള്ള തഫ്സീറുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിലെവിടെ ദുആ എന്ന് ഉപയോഗിച്ചാലും ഇത്തരം പറഞ്ഞ വിഗ്രഹങ്ങളെ കുറിച്ച് ദുആ എന്ന് പറഞ്ഞിടത്തൊക്കെ അഅ്ബുദു, തഅ്ബുദു, യഅ്ബുദൂന എന്ന് അർത്ഥകൽപ്പന നടത്തിയതായി കാണാം. ദുആ എന്ന വാക്ക് ഇബാദത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതാകുന്നു എന്ന അർത്ഥത്തിലാണ് ജലാലൈനി പോലുള്ള തഫ്സീറുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു തഫ്സീറിന്റെ അടിസ്ഥാനത്തിലുമാണ്. കുല്ലു ദുആഇൻ ഫിൽ ഖുർആനി ബിമഅനൽ ഇബാദ, ഇങ്ങനെയുള്ള എല്ലാ ദുആയും ഇബാദത്തിന്റെ അർത്ഥത്തിലാകുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതുപോലുള്ള ആയത്തുകളെ തഫ്സീർ ചെയ്യുമ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ അർത്ഥം വളരെ വ്യക്തമായി. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ഫലാ തദ്ഉ തഅ്ബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, മഅല്ലാഹി അല്ലാഹുവിനോടൊപ്പം, അഹദൻ ഒരു ദൈവത്തിനിക്കും. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനിക്കു മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന വിഗ്രഹങ്ങളെല്ലാം ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാകുന്നു എന്നിങ്ങനെ യഅ്ബുദൂന തഅ്ബുദൂന അഅ്ബുദു എന്ന് ഇബാദത്ത് കൊണ്ട് തഫ്സീർ ചെയ്യുക, അല്ലെങ്കിൽ ഇലാഹുകൾ എന്ന് പേർ വിളിക്കുക. ഈ രണ്ടാലൊരർത്ഥത്തിലാണ് ഈ ആയത്തുകളെ ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നു.
ഇബ്നു തീമിയ എന്ന ആള് ഹിജറ 8-ാം നൂറ്റാണ്ടിൽ രംഗത്ത് വരുന്നത് വരെയുള്ള മുഫസ്സിരീങ്ങളൊക്കെയും ഈ ആയത്തുകളെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവരാരും വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടില്ല. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട മുഫസ്സിരീങ്ങളെല്ലാം തഫ്സീർ എഴുതിയിട്ട് ഈ ആയത്തിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചു പോയി കഴിഞ്ഞ ശേഷം സ്വന്തമായി വിളിച്ചു പ്രാർത്ഥിക്കുക എന്നവർ അർത്ഥകൽപ്പന, അത് മലയാളത്തിലെ വഹാബികൾ ഉണ്ടാക്കിയതാ വിളിച്ചു പ്രാർത്ഥിക്കൽ കേട്ടോ. പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചത് ഇബ്നു തീമിയ മുതലാണ്. ഇബ്നു തീമിയ മുതൽക്കുള്ളതാണ് ഈ ശിർക്കാരോപണവും. അതാണ് തൗഹീദിൽ വന്ന മാറ്റം. നമ്മളെ തൗഹീദുമായിട്ട് വഹാബിസത്തിൽ വന്ന തൗഹീദിന്റെ മാറ്റം ഈ തദ്ഉനക്ക് വിളിക്കുക, ദുആ ചെയ്യുക എന്ന അർത്ഥം വെച്ചെടുത്ത് നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പൊ ഇബാദത്തല്ലാത്ത രൂപത്തിൽ മരണപ്പെട്ട മഹാന്മാരോട് ചോദിക്കാം. ആ ഹദീസ് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. ആ ഹദീസിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ലേശം പിഴവുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ പ്രാർത്ഥന, ഹുവ പ്രാർത്ഥന തന്നെയാണ്, അൽ ഇബാദത്തു ഇബാദത്തുകളെല്ലാം. അദ്ദുആഉ മുഹുൽ ഇബാദ, അദ്ദുആഉ പ്രാർത്ഥന, മുഹുൽ ഇബാദ എല്ലാ ഇബാദത്തുകളിലും ഒളിഞ്ഞു കിടക്കുന്ന മജ്ജയാവുന്നു. അപ്പൊ ഏത് ഇബാദത്തുകളുടെയും പ്രധാനപ്പെട്ട ജുസുവും പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാകുന്നു ദുആ എന്നു മാത്രമാണ് അതിന്റെ അർത്ഥം. ദുആ ഇബാദത്താണെന്നല്ല, എല്ലാ ഇബാദത്തുകളിലും ദുആ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, എല്ലാ ഇബാദത്തുകളും ദുആയാണ് എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. ദുആയായ പ്രാർത്ഥന, ദുആ അല്ലാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് വേറെ വിഷയം. അത് ഈ ഹദീസിനെ അധികരിച്ചുകൊണ്ടുണ്ടാക്കേണ്ട വിഷയമല്ല. ദുആയാകുന്ന പ്രാർത്ഥന, ദുആയാകാത്ത പ്രാർത്ഥന എന്ന് പറയേണ്ട. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഈശ്വരനോടുള്ള അപേക്ഷ, അള്ളാഹുവിനോടുള്ള റഗ്ബത്തിന് മാത്രമേ പ്രാർത്ഥന എന്ന് പറയൂ. നമ്മളെ കാമൂസ് എന്നറിയുന്ന ഭാഷാഗ്രന്ഥത്തിൽ അർ റഗ്ബത്തു ഇലല്ലാഹി, അള്ളാഹുവിലേക്കുള്ള താണുകേണ അപേക്ഷ എന്നാണ് ദുആ എന്നതിന് അർത്ഥം കൊടുക്കുന്നത്. മലയാളത്തിലുള്ള പ്രാർത്ഥന എന്നതിന്, പ്രാർത്ഥന എന്ന വാക്യത്തിന് അർത്ഥം കൊടുക്കുന്ന ഡിക്ഷണറികളിലൊക്കെ കൊടുക്കുന്നത് ഈശ്വരനോടുള്ള അപേക്ഷ എന്നാണ്. അപ്പൊ ഈശ്വരനോടുള്ള അപേക്ഷ, അള്ളാഹുവിനോടുള്ള അപേക്ഷ എന്ന് മാത്രമേ പ്രാർത്ഥന എന്ന് അർത്ഥത്തിൽ ഉപയോഗിക്കുള്ളൂ. നമ്മളും അങ്ങനെ തന്നെ ഉപയോഗിക്കുള്ളൂ. മുഹ്യിദ്ദീൻ ശൈഖിനെ 1000 വട്ടം കുത്തുബിയത്തിൽ വിളിക്കുന്നതിന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിച്ചു എന്ന് നമ്മളാരും പറയാറില്ല. മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കലുണ്ട് കുത്തുബിയത്തിൽ എന്നേ പറയാറുള്ളൂ, പ്രാർത്ഥിക്കലുണ്ട് എന്ന് പറയാറില്ല. നബിയുടെ ഹളറത്തിൽ പോയി നബിയെ കാക്കണേ എന്ന് പറയുമ്പോഴോ, ഇർത്തക്കബത്തു അലൽ ഖത്താ എന്ന് ചൊല്ലുമ്പോഴോ നബിയോട് പ്രാർത്ഥിച്ചു എന്ന് മുസ്ലിം ലോകത്ത് ആരും പറഞ്ഞിരുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥന എന്നതിന് അർത്ഥം മനസ്സിലാക്കിയത് അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നതിന് മാത്രമേ പ്രാർത്ഥന എന്ന് പറയൂ. മലയാള വാക്യമാണത്. മലയാള വാക്യത്തിന് മലയാളത്തിന്റെ ഡിക്ഷണറി നോക്കിയാൽ തന്നെ അർത്ഥം കാണുക ഈശ്വരനോടുള്ള അപേക്ഷ എന്നാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പടച്ചോൻ. അപ്പൊ പടച്ചോനോടുള്ള അപേക്ഷക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുള്ളൂ. അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെയും ഇബാദത്താകുന്നു, അള്ളാഹുവിങ്കിൽ നിന്ന് പുണ്യം കിട്ടുന്ന അമലാകുന്നു എന്ന അർത്ഥത്തിൽ ഇബാദത്താണ്. അതിന് കേസില്ല. പക്ഷേ അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദുആ ഇബാദത്താണ് എന്നല്ല, ഇബാദത്തുകൾ ദുആയാകുന്നു എന്നിട്ടാണ്. അദ്ദുആഉ ദുആ, ഹുവ അത് തന്നെയാണ്, അൽ ഇബാദത്തു ഇബാദത്തുകളല്ല. സയ്യിദുൻ ഹുവൽ ഖായിം, സയ്യിദുൻ സയ്യിദ്, ഹുവ അവൻ തന്നെയാണ്, അൽ ഖായിം നിൽക്കുന്നവൻ. അൽ ഖായിമു ഹുവ സയ്യിദുൻ ഇപ്പുറം പറഞ്ഞ അൽ ഖായിമു നിൽക്കുന്നവൻ, ഹുവ അവൻ മാത്രമാണ്, സയ്യിദുൻ സയ്യിദ്. അപ്പൊ ഏതാണോ മുസ്നദ് ഇലൈഹി മുബ്ത ആക്കി പറയുന്നത് അതിൽ നിന്ന് ഫസലിന്റെ ദമീർ കൊണ്ടുവന്നാൽ അതിന്റെ മേലിൽ മുസ്നദിനെ ഹസർ ചെയ്യുക എന്നതാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതനുസരിച്ച് ഇബാദത്തുകളെല്ലാം ദുആയാകുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അതൊന്നുകൂടി വ്യക്തമായി കിട്ടും. അദ്ദുആഉ മുഹുൽ ഇബാദ, ഇബാദത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മജ്ജ. എല്ലിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മജ്ജക്കാണല്ലോ മുഹ് എന്നറിയുന്നത്. അപ്പൊ ഇബാദത്തുകളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മജ്ജയാകുന്നു ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിലെല്ലാം ഉള്ള സാരാംശമാകുന്നു ദുആ. ഇബാദത്തുകളിൽ ദുആ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് വെച്ചിട്ട് ദുആയുള്ള ഇബാദത്തും ദുആ ഇല്ലാത്ത ഇബാദത്തും രണ്ടുണ്ടാക്കരുത്. ദുആ എന്നത് ഈശ്വരനോടുള്ള അപേക്ഷയാണെങ്കിൽ എല്ലാം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അതായത് അള്ളാഹുവിനുള്ള അനുസരണം എന്നുള്ള അർത്ഥത്തിൽ കൂലി കിട്ടുന്ന കാര്യമാണ്. വെറും അപേക്ഷ എന്ന് ദുആക്ക് ഭാഷയിൽ ഒരർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉയർന്ന ആളോട് താണ ആൾ ഉയർന്നവനെന്ന നിലക്ക് നടത്തുന്നതിനാണ് അപേക്ഷ എന്ന് പറയാം. ഇതാണെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അബദ്ധമാണ്. കാരണം അപേക്ഷ എന്നുള്ള നിലയിൽ ഉയർന്നവനോട് ചെയ്യുന്ന തേട്ടങ്ങളൊക്കെ അള്ളാഹുവിനോടേ പറ്റുള്ളൂ, അള്ളാഹുവിനോട് നടത്തിയാലേ അപേക്ഷ എന്ന് പറയുള്ളൂ എന്നാവൂലേ എന്റെ അർത്ഥം. ഇത് രണ്ടാണെങ്കിലും അബദ്ധമാണ്. അതിന് വിശ്വാസമുണ്ട്. പക്ഷേ മുജാഹിദുകളുടെ പ്രസംഗം സാധാരണക്കാർക്ക് സംശയം തീരാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്.
പിന്നെ പറയുന്നു അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുനിക്ക് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്ക് അല്ല പോരെ പിന്നെന്തിനാണ് മരണപ്പെട്ടവർ ചോദിക്കുന്നു എന്നാണ് പ്രസംഗിക്കാറ്. അത് മരണപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, എല്ലാവരുടെ കാര്യത്തിലല്ലേ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു താല പോരെ അവന്റെ അടിയാനെയും ഓന്റെ ജീവിച്ചിരിക്കുന്ന ഉമ്മയും ബാപ്പിയും ഒന്നും വേണ്ടല്ലോ എന്ന് അങ്ങനെ അർത്ഥം വെക്കാലോ. ജീവിച്ചിരിക്കുന്ന മന്ത്രിമാരും മന്ത്രിസഭയൊന്നും വേണ്ട എന്നർത്ഥം വെക്കാം. ജീവിച്ചിരിക്കുന്നവർ നടത്തുന്ന ഭരണം വേണ്ട, അള്ളാഹു പോരെ എന്നർത്ഥം വെക്കാം. അതിനൊക്കെ അർത്ഥം വെക്കാലോ. മരിച്ചവർ എന്ന് മാത്രം എവിടുന്നേ പയ്ന്ന് കിട്ടി? ഈ ആയത്തൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കും.